ശ്രീ ബെന്നി കോട്ടപ്പുറം, താങ്കളാണ് ഇത് ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തത് അല്ലേ? ഇത് ഒരു സ്ഥിരം കലാപരിപാടി ആയിരുന്നോ ഇത്? എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ ഇത് ആദ്യം ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇദ്ദേഹം മറ്റേത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മറ്റേത് ഇദ്ദേഹവും ഭാര്യയുമായിട്ട്, അതായത് ഈ ബന്ധുവുമായിട്ട് എവിടെ പോയാലും അവരൊരുമിച്ച് പോവുകയും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവര് ഒരുമിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിനകത്ത് ഇവരുടെ ഭയങ്കര ഷോ ആയിരുന്നു ഒരു 2-3 മാസം മുമ്പ് വരെ. അപ്പൊ അത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും അത് കാണാറില്ല. അതിനെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവർ തമ്മില് അത്ര സുഖകരമല്ലെന്നും പിണങ്ങി വിദേശത്തേക്ക് ഭാര്യ പോയതും എല്ലാം അറിയുന്നത്. അപ്പൊ അങ്ങനെ അത് അറിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ആണ് ആ വീഡിയോ വന്നിട്ട്, രണ്ടാമത്തെ ദിവസമാണ് പെട്ടെന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ കുടുംബ വീടിനടുത്തു നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അപ്പൊ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, പോലീസ് വന്നിട്ടുണ്ട്, പിങ്ക് പോലീസ് ഉൾപ്പെടെ ഉള്ള പോലീസ് സന്നാഹമുണ്ട്, അവിടെ വലിയ ബഹളമൊക്കെ കേൾക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒച്ച കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പൊ അതിങ്ങനെ വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നു, അവരെ ഫോണിൽ വിളിച്ചപ്പോൾ അവര് സങ്കടത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു ഇന്ന് എന്താണ് നടന്നതെന്ന് പറഞ്ഞപ്പോൾ നോ കമന്റ്സ് എന്നും പറഞ്ഞ് അവര് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ അത്രയും ഒരു അപ്ഡേഷൻ, ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ അത്രയും ഒരു അപ്ഡേഷൻ ഞാൻ സമൂഹത്തിലേക്ക് വിട്ടത്. അപ്പൊ അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിലും അത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരായ UDF എല്ലാ സംവിധാനങ്ങളും ഇതുമായി പുറത്തേക്ക് വന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആ അഭിമുഖത്തിലുണ്ട്. അത്രയും സംഭവമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അഭിമുഖം കൊടുത്തതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവര് പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ടെന്ന് മാത്രമല്ല ഒരു സ്ത്രീയും കുട്ടിയും എന്ന് പറഞ്ഞ് അവര് നിർത്തി. പിന്നെ ആ കുട്ടിയെ കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല. അതെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒരമ്മയും അമ്മയുടെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. അതെ, അങ്ങനെയാണ് കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടേണ്ടത് മന്ത്രി പത്നി തന്നെയാണ്. അതെ, അവരുടെ കയ്യിൽ അതിന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്, അവര് സമർത്ഥിക്കുന്നത്. അവര് ചില ആളുകളോട് പറഞ്ഞ കാര്യം അവര് ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കൃത്യമായി അവരുടെ കയ്യിൽ അതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അവരുടെ ഫോണിൽ ഉണ്ട്, അവരുടെ കൈവശം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആ ഫോണ് പോലീസിന് കൈമാറി എന്നും കേൾക്കുന്നു. അതിൽ വ്യക്തത കുറവുണ്ട്. പോലീസിൻ്റെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ഗണേശൻ്റെ ഡ്രൈവർ ആ ഫോണ് തട്ടിപ്പറിച്ച് അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ഭാര്യ അവകാശപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ എല്ലാ ചിത്രങ്ങളും ഉണ്ട് എന്നാണ് അവർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.